അപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് ആവേണ്ടത് എന്ന് കണ്ടു. ഇനി നമ്മളെ ഉള്ളില് ഒരു ചോദ്യം ബാക്കിയുണ്ട്. എന്താണ് ആ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അവിടേക്ക് എങ്ങനെ എത്തും? അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, നമ്മള് ഇപ്പോ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കില്ല. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ്. അതായത് ആ ആളായിക്കൊണ്ട് നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ആവുമ്പോ മാത്രമേ ഇപ്പോ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കിപ്പോ ഒരു നന്നായിട്ട് വിജയിച്ച ഒരാളെ പോലെ ആവണം. നന്നായിട്ട് വിജയിച്ച അപ്പൊ നമുക്കെല്ലാവർക്കും പല റോൾ മോഡൽസും ഉണ്ടാവും. അപ്പോ അയാള് പല വഴികളിലൂടെയും കടന്നു വന്നിട്ടുണ്ടാവും. പക്ഷെ അയാളെ മെയ്ക്ക് ചെയ്യുന്ന കുറച്ച് മാർഗങ്ങളുണ്ടായിരിക്കും. അയാളുടെ ടൈം ഷെഡ്യൂള്, അതേപോലെ തന്നെ അയാളുടെ ഭക്ഷണ രീതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അയാളുടെ ഡെയിലി റൂട്ടീൻസിൽ അയാള് നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരിക്കും. അതാണ് അയാളെ സത്യത്തിൽ അയാളാക്കി മാറ്റിയത്. ഇപ്പോ ഉദാഹരണമായിട്ട് പറയണേ, ഇപ്പൊ പി.ടി. ഉഷനെ എടുക്കുകയാണെങ്കിൽ, പി.ടി. ഉഷനെ സംബന്ധിച്ചിടത്തോളം പി.ടി. ഉഷ എത്രയോ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പി.ടി. ഉഷ ആയത്. നമുക്കെല്ലാവർക്കും അറിയാം. പേരാദ്യം പി.ടി. ഉഷ ഉണ്ടായിരിക്കും. നമുക്കെല്ലാവർക്കും ഓടാൻ അറിയാം. നമുക്കെല്ലാവർക്കും ഇതിലാരും ഓടാൻ അറിയാത്തവരില്ല. എല്ലാവർക്കും ഓടാൻ അറിയാം. നമ്മളെ ബാക്കിൽ ഒരു നായ കൂടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഓടും ഓട്ടോമാറ്റിക്കലി. പക്ഷെ അതിന് ഒരു പരിധിയുണ്ട്. ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് അതിന്റെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്കില്ല് എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതിന് നമ്മള് നിരന്തരമായിട്ട് നമ്മളെ റെഡിയാക്കണം. ആകെ റെഡിയാക്കാൻ പറ്റിയ ഈ ലോകത്ത് റെഡിയാക്കാൻ പറ്റിയ ഒരൊറ്റ സാധനേ ഉള്ളൂ. അത് നമ്മളെയാണ്. നമുക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ഒന്ന് റെഡിയാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഒരാളെ റെഡിയാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, അത് നമ്മളെ മാത്രമേ സാധിക്കുള്ളൂ. വേറെ ഒരാളെ റെഡിയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മളെ നമ്മളെ ഭർത്താവിനെയോ, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെയോ, അല്ലെങ്കിൽ നമ്മളുടെ അയൽവാസിനെയോ, നമ്മളുടെ ഉമ്മാനെയോ, നമ്മളുടെ ഉപ്പാനെയോ ആരെയും റെഡിയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമുക്ക് ഒരൊറ്റ ആളെ ഈ ലോകത്ത് റെഡിയാക്കാൻ സാധിക്കുള്ളൂ. അയാളുടെ പേരാണ് നമ്മളുടെ റേഷൻ കാർഡിലുള്ളത്, നമ്മളുടെ ആധാർ കാർഡിലുള്ളത്, നമ്മളുടെ ഐഡന്റിറ്റി കാർഡിലുള്ളത്. ആ പേരെന്താന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അയാൾക്ക് മാത്രേ അയാൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അയാളെ റെഡിയാക്കുക എന്നുള്ളതാണ്. നമ്മള് റെഡിയാവുമ്പോ നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറും. നമ്മളുടെ ചിന്തകൾ മാറും. നമ്മുടെ ഫ്രീക്വൻസി ലെവലൊക്കെ മാറുമ്പോ, മറ്റുള്ള ആളുകളെ ഉൾക്കൊള്ളാനും, മറ്റുള്ള ആളുകൾ മാറിയതായിട്ടും നമുക്ക് തോന്നും. സത്യത്തിൽ നമ്മളാണ് മാറിയത്. നമുക്ക് ഇന്ന് വരെ കിട്ടാത്ത പരിഗണന നമുക്ക് കിട്ടല് തുടങ്ങും. ഇന്ന് വരെ നമ്മളെ ആരും ഒരു വിലയും കൽപ്പിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മളെ വില കൽപ്പിക്കല് തുടങ്ങും. ഒരു ജോലി ചെയ്യാൻ പോകാനുള്ള കപ്പാസിറ്റി ഒരാൾക്ക് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ, അതിനർത്ഥം അയാൾ വേണ്ട രൂപത്തിൽ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി, അതായത് ഒരു സ്കില്ല് അയാൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. അല്ലാതെ അത് ആ പഠിച്ച കോഴ്സിന്റെ കുഴപ്പമോ അല്ലെങ്കിൽ അതൊന്നുമല്ല. അത് ആകെ ഒരാളെ കുഴപ്പാണ്. അത് നമ്മളുടെ മാത്രം കുഴപ്പാണ്. വേറൊരാൾക്കും അതിലെന്തില്ല, ഒരു പങ്കുമില്ല. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ മറ്റുള്ളവരുടെ മുകളിൽ നമ്മളുടെ കുറവുകളെ, ശ്രദ്ധിക്കണേ, നമ്മളുടെ കുറ്റങ്ങളല്ല, നമ്മളുടെ കുറവുകളെ മറ്റുള്ളവരുടെ മേലെ കെട്ടിവെച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എല്ലാ സമയത്തും നമ്മളുടെ പ്രത്യേകത. അത് ചിലപ്പോ നമ്മൾ സമയത്തിനെ ആയിരിക്കാം, ഒരു വ്യക്തിനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ വ്യക്തികളെ ആയിരിക്കാം, ചിലപ്പോ ഒരു ടെക്നോളജിനെ ആയിരിക്കാം, ചിലപ്പോ ഒരു കാലാവസ്ഥനെ ആയിരിക്കാം, ചിലപ്പോ നമ്മൾ ദൈവത്തിനെ ആയിരിക്കാം. അങ്ങനെ ആരെങ്കിലും മുകളിൽ നമ്മൾ നമ്മളുടെ കുറവുകളെ നമ്മൾ അതൊരു കംപ്ലൈന്റ് ആയിട്ടോ, ഒരു അവരെ കുറ്റം ബ്ലെയിം ചെയ്തുകൊണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ മുകളിൽ അത് കെട്ടിവെക്കുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം നമ്മളുടെ കഴിവ് കുറവാണ് എന്നാണ്. വേറെ ഒന്നും ഇതിലില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. എല്ലാ കാര്യത്തിനും എക്സ്ക്യൂസ് കണ്ടെത്തുന്ന ആളുകൾക്ക് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല.
ഒരിക്കലും സാധിക്കില്ല. നമുക്ക് ഓരോ ദിവസവും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ചെയ്യാനല്ല ഏറ്റവും കൂടുതൽ നമുക്ക് അതിനുള്ള പ്രചോദനം കിട്ടുക. ചെയ്യാതിരിക്കാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം കിട്ടുക. ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടുക അതിനാ. അത് ചെയ്യാതിരിക്കാൻ. എങ്ങനെ ചെയ്യാതിരിക്കാം? അതിനാണ് നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടുക എല്ലാ ഭാഗത്തുനിന്നും. അത് കാരണം നമ്മളുടെ ചുറ്റുപാടുന്ന് മുഴുവൻ അങ്ങനെ വരാ. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ആംബിയർ അത്രേ ഉള്ളൂ. നമ്മളുടെ ഫ്രീക്വൻസി അതാ. ഇപ്പൊ നമ്മള് സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ലുലു മാളിൽ നിന്ന് കാണുന്ന സ്വപ്നവും ബുർജ് ഖലീഫയിൽ കേറിയിട്ട് ദുബായ് ബുർജ് ഖലീഫിന്റെ മുകളിൽ കേറി നിന്നിട്ട് കാണുന്ന സ്വപ്നം രണ്ടും 2 ആംബിയറാ. രണ്ട് ഫ്രീക്വൻസിയാണ്. നമ്മള് എപ്പോഴും മനസ്സിലാക്കണം. നമ്മള് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കെന്താ വെച്ചാല്, ഇപ്പോ നെസ്റ്റോ അല്ലെങ്കിൽ ലുലു മാളിലൊക്കെ ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് സാധനത്തിന് വേണ്ടിയിട്ട് ഓടും. ഞാന് ദുബായി പോയപ്പോ ഞാൻ കണ്ട കാഴ്ചകളാണ് ഞാൻ പറഞ്ഞത്. ഈ ഡേ ടു ഡേ സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ കേറിയത്. കാരണം എന്താ വെച്ചാല്, അവിടുന്ന് സാധനം കൊണ്ടുവരണമെങ്കിൽ ഡേ ടു ഡേ സൂപ്പർ മാർക്കറ്റിൽ കേറിയാലേ എന്നെക്കൊണ്ട് സാധിക്കുള്ളൂ. ഞാൻ ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് പോണ ഒരാളാണ്. ഞാൻ ഇന്ത്യൻ മണി ദിർഹംസിലേക്ക് മാറ്റിയിട്ടാണ് പോണത്. അപ്പൊ എനിക്ക് എല്ലാവർക്കും സാധനം എനിക്ക് കൊണ്ടുവരും വേണം. ആരും ചോദിച്ചിട്ടൊന്നുമല്ല. ഞാന് ഓൾമോസ്റ്റ് കുനാഫ ചോക്ലേറ്റിന്റെ ഏകദേശം ഞാൻ കൊണ്ടുവന്നത് 75 80 ഞാൻ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ പിന്നെ കാലിഫോർണിയ സൂപ്പർ മാർക്കറ്റിൽ പിന്നെ ആ ഐറ്റം ഞാൻ വാങ്ങിയ ആ സാധനം പിന്നെ ഇല്ല. അത്ര എണ്ണ അവിടെ ഉള്ളത് മുഴുവൻ ഞാൻ എടുത്തിട്ടാ പോകുന്നത്. എനിക്ക് തിന്നാനൊന്നുമല്ല. ഞാൻ അതിന് ഒരെണ്ണ കഴിച്ചിട്ടുള്ളൂ. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം കഴിച്ചിട്ടുള്ളൂ. ഇതെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് അങ്ങനെ സ്ഥലത്തുനിന്ന് വാങ്ങിയാലേ എനിക്ക് സാധിക്കൂ. ദുബായ് മോള് പോയപ്പോ ഞാനത് കണ്ടു. അവിടുന്ന് അവിടുന്ന് ഞാൻ വാങ്ങി വന്ന്. പക്ഷെ അതിന്റെ വില ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത് ആ കമ്പനിയല്ല, വേറെ കമ്പനിയാണ്. അങ്ങനെ 3, 4 കമ്പനി ഞാൻ വാങ്ങിയിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതല്ല. അങ്ങനെ ഈ ഡേ ടു ഡേ സൂപ്പർ മാർക്കറ്റിൽ പോയാല് അപ്പൊ ഞാൻ ചെന്നപ്പോ കണ്ടത് കംപ്ലീറ്റ്ലി അവിടെ മലയാളീസ് ആണ്, നമ്മളെ ആൾക്കാരാ. നാട്ടിൽ പോലുള്ള ആളുകൾ മുഴുവനായിട്ട് അവിടുന്നാണ് സാധനം വാങ്ങിയിട്ട് പോരുന്നത്. നല്ല തിരക്കാണ്. 12 മണി വരെ അവിടെ നിൽക്കാൻ സ്ഥലമില്ല. പോയ ആൾക്കാർക്കറിയാം. നിങ്ങൾ പല ആൾക്കാരും പോയിട്ടുണ്ടാവും. ദുബായ് പോയിട്ടുണ്ടെങ്കിൽ ഡേ ടു ഡേ സൂപ്പർ മാർക്കറ്റിൽ പോകാത്തവർ വളരെ കുറവായിരിക്കും. പോയിട്ടുണ്ടാവും. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ആകെ 10 ദിവസമേ ഉള്ളായിരുന്നു. എനിക്കവിടെ എല്ലായിടത്തൊന്നും കറങ്ങാനുള്ള കാരണം ഫാമിലി ആയിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സമയം വളരെ കുറവായിരിക്കും. കാരണം ഇവർക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. എനിക്ക് ആഗ്രഹം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല്, എനിക്ക് വലിയ വലിയ സ്ഥലങ്ങളിൽ പോണം. അവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ എനിക്കത് കാണണം. എനിക്കത് ആസ്വദിക്കണം. അങ്ങനെ കാണുമ്പോ എന്റെ ഉള്ളിൽ ഒരു എന്നെ തന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സാധനം. എനിക്കതൊക്കെ വാങ്ങണം. ഞാൻ അങ്ങനത്തെ ഒരാളായി മാറണം. ഇത്രയും കാര്യങ്ങൾ എനിക്ക് നേടണം. ഇതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ അതിനനുസരിച്ചിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആ വികാസം നടന്നുകൊണ്ടിരിക്കുക. ആ ആംബിയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. അങ്ങനത്തെ ആളുകള് എന്തുകൊണ്ട് അവരൊക്കെ ജീവിക്കുന്നത് പോലെ എനിക്കും എന്തുകൊണ്ട് ജീവിച്ചൂടാ? നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. അല്ലാതെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് താഴേക്കാണ്. നമ്മൾ മുകളിലേക്ക് ചിന്തിക്കണില്ല. നമ്മൾ ലുലു മാളിൽ പോയാലേ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. കൊച്ചി ലുലു മാളിൽ പോയ ആൾക്കാര് എത്ര ആൾക്കാരുണ്ട്? കൊച്ചി ലുലു മാളിൽ പോയ ആൾക്കാര് എത്ര ആൾക്കാരുണ്ട്? ആരുമില്ലേ? യെസ്. ലുലു മാളിൽ പോയാല് നമ്മള് മിക്കവാറും പോകുന്നത്, നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഇതൊക്കെ പോകണം. ഇത് തമാശ അറിയണ്ട. അതിന്റെ ഉള്ളിൽ കയറാൻ ഒരു 10 പൈസയും കൊടുക്കണ്ട. ഒരു 10 പൈസയും കൊടുക്കണ്ട. ഞാനതൊരു സത്യാ പറയുന്നത്. ഒരു പൈസയും കൊടുക്കണ്ട. അതിന്റെ ഉള്ളിൽ നിന്ന് സാധനം വാങ്ങിയാൽ മാത്രമേ നമ്മൾ കാശ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു പൈസയും കൊടുക്കണ്ട. വണ്ടിയിലാ പോണേച്ചാ പാർക്കിംഗ് ചാർജ് ഉണ്ടാവും. അത് മാത്രമേ ഉണ്ടാവൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോയിട്ടില്ലെങ്കിൽ പോണം. എന്താ കാരണം വെച്ചാൽ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ഇതൊക്കെ നമുക്കും ആസ്വദിക്കാനുള്ളതാണ്. പൈസ ഉള്ളവർക്ക് മാത്രമൊന്നുമല്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ആദ്യം തന്നെ ചെല്ലുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കായിരിക്കും. കാരണം അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ തിരക്കുന്ന സ്ഥലം സൂപ്പർ മാർക്കറ്റാണ്. കാരണം അതൊരു കൺസ്യൂമബിൾ ഐറ്റംസ് നമുക്ക് കിട്ടുന്ന സ്ഥലമാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ.
ദാറ്റ്സ് ഓൾ. ഓക്കെ. സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനല്ല. അവിടെ വലിയ വലിയ കമ്പനീന്റെ ഷോറൂമുകളുണ്ട്. വലിയ വലിയ ഔട്ട്ലെറ്റുകളുണ്ട്. അവിടൊക്കെ ഒന്ന് കേറണം. അവിടൊക്കെ ഒന്ന് കേറിയിട്ട് വാങ്ങാനല്ല. ഒന്ന് കേറിയിട്ട് അവിടെ നിങ്ങള് കാണുന്ന നിങ്ങള് ഇപ്പൊ ഇട്ട ചുരിദാറിന് 800 രൂപയായിരിക്കും. പക്ഷെ അതിന്റെ ഉള്ളില് അതേപോലത്തെ അല്ലെങ്കിൽ മെറ്റീരിയലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ചുരിദാറെന്നെയാണ് പേര്. പക്ഷെ അതിന്റെ ഉള്ളിൽ കാണുന്ന ചുരിദാറിന് ചിലപ്പോ എന്താ പറയാ 8,000 രൂപ, 10,000 രൂപയൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഉണ്ടാവും. നമ്മളൊന്ന് കാണണം. ഇതൊക്കെ ലോകത്തുള്ളതാ. ഇതാരാണ് ഇടുന്നത്? ഇത് നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ആംബിയർ കൂടിയ ആളുകളാണ് ഇടുന്നത്. അതായത് അതിന്റെ ഫ്രീക്വൻസി കൂടിയ ആളുകളാണ് ഉള്ളത്. നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. എന്തുകൊണ്ട് എനിക്ക് ഇതിടാൻ കഴിയണില്ല? എന്തുകൊണ്ട് ഇടാൻ കഴിയില്ല? ഞാനും അയാളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? എന്തുകൊണ്ട് അയാളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അയാൾ കാശുണ്ടാക്കി. അങ്ങനെ ഇതിങ്ങനെ മനസ്സിലായി. നമ്മൾ അതിന്റെ ഉള്ളിൽ പോകുമ്പോ പ്രത്യേക ഫീലാ. നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ മാറും നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ ഇവിടുന്ന് കാണിക്കണ എന്താ പറയാ മോശപ്പെട്ട സംസാരം നമ്മൾ അങ്ങനത്തെ സ്ഥലത്ത് സംസാരിക്കില്ല. ഇത് സത്യമാണ്. ഇതൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ളതാ. അതിനൊരു കാശും കൊടുക്കണ്ട. നിങ്ങൾ ബസ് കേറിയാണ് പോയതെങ്കിലും പക്ഷേ അവിടെ എത്തുമ്പോ നിങ്ങൾ മാറും. നിങ്ങൾ കെഎസ്ആർടിസിക്ക് ബസ്സിനാണ് പോയത്. നിങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് സാധാരണ ക്ലാസ്സിൽ പോയി അവിടെ എത്തി ലുലു മാൾ കയറുമ്പോ നമ്മളെ ഇത് മാറും, ആംബിയർ മാറും. അതങ്ങനെയാണ്. ഇത് നമുക്ക് അനുഭവിക്കാനുള്ളതാ. ഇങ്ങനെ അനുഭവിക്കുമ്പോഴേ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ എന്താവും സ്ട്രെച്ചഡ് ആവുള്ളൂ. നമ്മളിങ്ങനെ മനസ്സിങ്ങനെ വികസിക്കുള്ളൂ. മറ്റേതെന്താ വെച്ചാൽ നമ്മൾ എന്നും കാണുന്ന അടുക്കള, എന്നും കാണുന്ന പാത്രം വരെ മാറണില്ല. ഡെയിലി പാത്രം മാറ്റണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് പുട്ടാണെങ്കിൽ നാളെ ദോശ, മറ്റന്നാൾ വീണ്ടും പുട്ട്. ഇതന്നെയാണ് പരിപാടി. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മള് നമ്മള് ഇതേപോലെ കുറച്ചൊക്കെ ഒന്ന് പുറത്ത് പോണം. നിങ്ങൾ പെൺകുട്ടികളാണ്, നിങ്ങൾ പറയും ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഇല്ല സാറേ. ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ ഇതിനെല്ലാം യൂട്ടിലൈസ് ചെയ്യണം. ഞാൻ സത്യം പറഞ്ഞു. ഞാൻ ഈ ദുബായി പോയപ്പോ എന്നോട് പറഞ്ഞു ബുർജ് ഖലീഫന്റെ മുകളിൽ കയറണമെങ്കിൽ ഭയങ്കര പൈസയാണ്. ഈ എന്തിനാ എടുക്കണ്ടേ, ഇവിടെ താഴേന്ന് കണ്ടാ പോരെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലേ, സംഭവം ശരിയാണല്ലേ, എന്തായാലും ആലോചിച്ചിട്ട് ചെയ്യാന്ന്. ഞാൻ ഇവിടുന്ന് പോയപ്പോ തന്നെ അതിന്റെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. കാരണം എന്താ വെച്ചാല് ദുബായിക്ക് പോണെങ്കിൽ അത്രയും ചെലവുണ്ട്. പിന്നെ ഒരു ബുർജ് ഖലീഫന്റെ മുകളിൽ കയറിയിട്ട് എന്താ സംഭവിക്കുക, അതിന്റെ കാശും കൂടി ആവും, അത്രയല്ലേ ഉള്ളൂ. അപ്പോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നമുക്ക് ഫീൽ ചെയ്യണം. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും ചീപ്പസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ താഴ്ന്ന ലെവലിലോ പോകണം. അപ്പൊ നമ്മൾ ആ ആളായിട്ട് ഓൾറെഡി മാറണ്ടേ. ഇതൊരു പ്രത്യേകത. ഇത് ഞാൻ പറയുന്നത് ഞാൻ ഞങ്ങളോട് എപ്പോഴും പറയണ്ടേ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയില്ല. സത്യമാണ് പറയുന്നത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് മാത്രമേ പറയൂ. ഇത് നിങ്ങൾക്ക് തോന്നും ചിലപ്പോ ഇയാൾ ഇങ്ങനെ വെറുതെ തള്ളുകയാണ്. തള്ളി മറിക്കൊന്നുമല്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതേ പറയുള്ളൂ. അതിന്റെ ഫീല് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ തന്നെ ആസ്വദിക്കണം. സത്യം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ കൊച്ചി എറണാകുളം പോവാണ്. എറണാകുളത്തേക്ക് മലപ്പുറത്ത് നിന്ന് സാധാരണ കെഎസ്ആർടിസി ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ AC എന്താ പറയാ ലോ ഫ്ലോർ ബസ്സും ഉണ്ട്. ലോ ഫ്ലോർ ബസ് പോണത് വേറെ ഫീലാണ്. റോഡ് അതന്നെയാണ്. പക്ഷെ എല്ലാം വേറെ ഫീലാണ്. കാരണം എന്താ വെച്ചാൽ ആ വണ്ടിക്ക് കുറെ പ്രത്യേകതകളുണ്ട്. നമ്മൾ സാധാരണ ഒരു അൾട്ടോ കാറിൽ പോണം. അത് 4 ടയറുള്ള കാർ തന്നെയാണ്. അതിന്റെ പേരും കാർ തന്നെയാണ്. അതിന്റെ എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒരു ബെൻസ് കാർ പോണം, ഡിഫറന്റ് ഉണ്ട്. അത് വേറെ ഫീലാ. അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മള് നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ പറഞ്ഞത് നിങ്ങളൊരു ആണിനെ പോലെ ഇറങ്ങിയിട്ട് പോണം. അതൊന്നും അല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാനൊരു ഉദാഹരണം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ് എനിക്ക്. അപ്പൊ നിങ്ങൾക്ക് ഒരു 10,000 രൂപ സാലറി കിട്ടുന്ന ജോലി കിട്ടിയാലും ആ 10,000 രൂപ എങ്ങനെ സ്പെൻഡ് ചെയ്യണം? 10,000 രൂപയിൽ നിന്ന് 200 രൂപ എടുത്തിട്ട് നിങ്ങള് ഇപ്പോ ഷവർമ്മ പല സ്ഥലത്തു നിന്നും കിട്ടും. ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തു നിന്നും കിട്ടും ഷവർമ്മ. നമ്മളെ ഏറ്റവും ഓഫറുള്ള ചീപ്പസ്റ്റ് ഷവർമ്മ കിട്ടിയ അതിൽ മുഴുവൻ ക്യാബേജ് ആക്കാരം. അതില് ക്യാബേജും കക്കിരിയൊക്കെ വെട്ടിയിട്ടിട്ട് കുറച്ച് ചിക്കൻ ഉണ്ടാവും.
ഒരു ഫുൾ മീറ്റ് ഷവർമയൊക്കെ തിന്നുമ്പോ ഒരു 150 റുപ്യൊക്കെ കൊടുക്കേണ്ടി വരും. നല്ല സ്ഥലത്ത് നിന്ന് കഴിക്കുമ്പോ അതിന് വേറെ ഫീലാ. അങ്ങനെ കിട്ടുന്ന പണത്തിൽ നിന്ന് സന്തോഷം കണ്ടെത്താനുള്ളതാണ്. അങ്ങനെ പണം കിട്ടിയാലേ സന്തോഷം കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ പണം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കഠിനമായിട്ട് അധ്വാനിക്കണം. പണം നമുക്ക് എല്ലാം തരും. എല്ലാം തരുന്നത് പണമാണ്. പക്ഷേ ആ പണം ഉണ്ടാക്കണമെങ്കിൽ ദൈവം നമുക്ക് തന്നത് സ്കില്ലാ. അത് നമ്മൾ ഡെവലപ്പ് ചെയ്താലേ നമുക്ക് ഈ പറഞ്ഞ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണ്. നമ്മൾ കണ്ട സ്വപ്നം കിടക്കുന്നത് ഇവിടെയാണ്. ഒരിക്കലും യാതൊരു കാരണവശാലും ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ല. അത് യാതൊരു സംശയവുമില്ല. നമ്മൾ മെല്ലെ മെല്ലെ സ്റ്റെപ്പുകളായിട്ട് കേറാനേ സാധിക്കുള്ളൂ. അതൊരു വലിയ വലിയ സത്യമാണ്. വലിയ സത്യമാണ്. നമ്മളുടെ നമ്മളുടെ ലക്ഷ്യം തീരുമാനിക്കുന്നത് നമ്മളാ. ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളോട് പറഞ്ഞു. ഒരു ബസ് ഒരു സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ അതിനൊരു ബോർഡ് ഉണ്ടായിരിക്കും. ആ ബസ് പോകേണ്ട റൂട്ട് തീരുമാനിക്കുന്നത് ആ ബസിന്റെ സർവീസ് ഉള്ള ആളുകളാണ്. അതിന്റെ ഡ്രൈവർ. പക്ഷേ നിങ്ങളാകുന്ന ബസ്സിനെ നിയന്ത്രിക്കുന്ന ഡ്രൈവർ നിങ്ങളാണ്. നിങ്ങളുടെ എഞ്ചിൻ നിങ്ങളാണ്. നിങ്ങളുടെ ബസ് നിങ്ങളാണ്. നിങ്ങളുടെ റൂട്ട് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഓരോ സ്റ്റോപ്പും തീരുമാനിക്കുന്നത് നിങ്ങളാണ്. സ്പീഡ് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അതിന് എന്തെല്ലാം ആവശ്യമുണ്ട്, അതിന്റെ ഡീസൽ അടിക്കേണ്ടത് നിങ്ങളാണ്. എല്ലാം എവറിത്തിങ് ടു യു ഓൺലി. നിങ്ങൾ മാത്രമാണ് അതിന്റെ എല്ലാ ഉത്തരവാദിയുള്ള ആൾ. അങ്ങനെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചോക്കെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റും? അത്രയും ദൂരം കാണണം. സ്വപ്നം കാണുമ്പോൾ വലുത് കാണണം എന്ന് പറഞ്ഞതാ. നമ്മൾ ചെറുത് ഇടുങ്ങിപ്പോയ നമ്മുടെ മനസ്സിന്റെ വിശാലത എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ജീവിതത്തിന്റെ വിശാലതയും നമ്മളെത്തണം. നമ്മളെ അട്രാക്ട് ചെയ്യപ്പെടും. നിങ്ങള് എന്റെ കൂടെ കൂടിയ ഒരുപാട് വർഷങ്ങളായിട്ട് കൂടിയ ആൾക്കാരുണ്ട് എന്റെ കൂടെ. നിങ്ങൾ അവരോടൊന്ന് ചോദിച്ചാൽ മതി. എന്താണ് എന്റെ ഡിഫറൻസ് എന്ന്. എന്റെ കൂടെ കൂടിയത് കൊണ്ടൊന്നുമല്ല. എനിക്ക് അത്ര വലിയ പ്രത്യേകത ഒന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനാ. ഞാൻ ഇതാണ് ചെയ്യുന്നത്. ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്തതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എനിക്ക് എന്താണ് എക്സ്പീരിയൻസ് കിട്ടിയത് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതൊരു സത്യമാണ്. നമുക്ക് അരി എന്ന് പറയുന്ന റേഷൻ കടയിൽ നിന്നും കിട്ടും. നമുക്ക് മറ്റേ കടയിൽ നിന്നും കിട്ടും. എല്ലാം അരി തന്നെയാണ്. കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. ശരീരത്തിന് കിട്ടുന്നത് അതൊക്കെയാണ്. സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ അതിലൊരു ഫീല് വേറെണ്ട്. അത് മനസ്സിലാവണമെങ്കിൽ അതിന്റെ അവസ്ഥ എത്തണം. ഞാൻ നിങ്ങളോട് പറയാണ്, സത്യം പറയണേ, ഞാൻ റേഷൻ കടയിലത്തെ അരി വാങ്ങിച്ച് കഴിച്ച ആളാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞ ഈ ബ്രോക്കണായ സമയത്ത് എന്റെ വീട്ടില് ഉണ്ടാക്കിയിരുന്ന ഭക്ഷണം റേഷൻ കടയിലത്തെ അരി. അത്രയും ബ്രോക്കൺ ആയിരുന്നു ഞാൻ. നാട്ടിലുള്ള ആളുകൾ ഇത് അന്ന് കേട്ടാൽ അത്ഭുതപ്പെടും. കാരണം ഞാൻ അങ്ങനത്തെ ഒരാളാവേണ്ട ആളല്ല. പക്ഷെ പല കാരണങ്ങളെ കൊണ്ട് എന്റെ ദൈവം എന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചു. എന്റെ മകള് ചോദിച്ചിട്ടുണ്ട് എന്റെ ഭാര്യനോട്, നമുക്ക് വേറെ അരി വാങ്ങാൻ കഴിയോ ഉമ്മച്ചിയെ? കഴിച്ച് ശീലമില്ലാത്തോണ്ട്. ചോക്ലേറ്റ് ഒക്കെ തിന്നിട്ട് കുറെ കാലമായി. കിട്ടാൻ വഴിയുണ്ടോ? എന്റെ അടുത്ത് കാശില്ലാന്നവർക്കറിയാം. ഇതാണ് അന്നുണ്ടായിരുന്ന അവസ്ഥ. അവിടുന്ന് ഞാൻ എങ്ങനെ എക്സ്പാൻഡ് ആയിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സ്വപ്നങ്ങൾ വലുതുണ്ടായിരുന്നു. അതിനു വേണ്ടി ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറായിരുന്നു. ഞാൻ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു. എനിക്ക് എവിടെ എത്തണം എന്നുള്ള ക്ലാരിറ്റി എനിക്കുണ്ടായിരുന്നു. അതിന് ഞാൻ എത്ര റിസ്ക് എടുക്കണം എന്നുള്ളത് ഞാൻ തയ്യാറായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്നെ മോൾഡ് ചെയ്യാൻ തയ്യാറായിരുന്നു. അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് ഇന്ന് നിങ്ങളെ മുന്നിൽ സംസാരിക്കാൻ പറ്റിയത്. നിങ്ങളെ മുന്നിൽ എനിക്ക് നീണ്ടു നിവർന്നു നിന്ന് പവർഫുൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഞാൻ ഇപ്പോഴും പറയാണ്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടാലും വിത്തിൻ 6 മന്ത്സ് കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് എനിക്ക് ഇതിനെ മുഴുവൻ തിരിച്ചു പിടിക്കാനുള്ള സ്കില്ല് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറച്ച് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇനി കുറവുണ്ടെങ്കിൽ ഞാൻ അതിനെ പകലില്ലാതെ ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്യും. അതിനുള്ള കോൺഫിഡൻസ് എന്റെ ഉള്ളിലുണ്ട്. ഞാൻ എന്നെ പറ്റിയല്ല എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുക. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ചിലപ്പോൾ അതിലേറെ വലുതുണ്ടായിട്ടുണ്ടാവും. ഇല്ലാന്ന് ഞാൻ പറയില്ല. എല്ലാവർക്കും എല്ലാവരുടെയും വലുതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്.
പക്ഷെ ആ അനുഭവങ്ങളിൽ നിന്ന് ആരാണോ പാഠങ്ങൾ പഠിച്ചിട്ട് എന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വിഭവങ്ങൾ അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു തന്റെ ദൈവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ പ്രവർത്തിക്കുന്നത്, അവന് മാത്രമേ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുള്ളൂ. ഒരിക്കലും ഒരാൾ ഒറ്റയടിക്ക് നേരം വെളുത്ത് എണീറ്റപ്പോ കോടീശ്വരനായിട്ടില്ല. ഒരിക്കലും ഒരാള് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് നേരം വെളുത്ത ഉടനെ രാത്രി കിടന്നുറങ്ങി രാവിലെ ഏർ ആയ ആളുകളില്ല. ഇതൊന്നുമില്ല. ആരുമില്ല. അവർക്കെല്ലാം പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ നടന്നത് അവർ അവരെ ബിൽഡ് ചെയ്യാണ്. അവരെ ബിൽഡ് ചെയ്യാണ്. കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും മികച്ചതായി കണ്ടുകൊണ്ട്, അത് പരാജയമാണെങ്കിൽ അത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പഠിച്ചിട്ട് എനിക്ക് എന്ത് മിസ്റ്റേക്കാണ് പറ്റിയത്, ആ മിസ്റ്റേക്കിനെ ഞാൻ എങ്ങനെ തീർക്കും എന്ന് പഠിച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് വീണ്ടും 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 അതിനെ പരീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നവരെ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും പെട്ടെന്ന് ഒരാൾ നമ്മളെ വന്നിട്ട് ആരും സഹായിക്കില്ല. ഒരിക്കലും സഹായിക്കില്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഒരിക്കലും ഉണ്ടാവില്ല. ഒരിക്കലും ഉണ്ടാവില്ല. ആർക്കും ചെയ്യാൻ കഴിയില്ല. ആർക്കും ചെയ്യാൻ കഴിയില്ല. ഒരു നേരത്തെ ഭക്ഷണം വേണമെങ്കിൽ തരാൻ സാധിക്കും. പക്ഷെ നമ്മളുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ അവർക്ക് നമ്മളെ സഹായിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതിന് നമ്മൾ തന്നെ കഷ്ടപ്പെടണം. അതിന് ദൈവം തന്നതാണ് സ്കില്ലുകൾ. ആ സ്കിൽ നമ്മളെ ഏറ്റവും വലിയ അസറ്റാണ്. അപ്പൊ നമ്മളെ എങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യും? അപ്പൊ നമുക്ക് സ്വപ്നമുണ്ട്, എനിക്ക് ഉയരത്തിലെത്തണം. പല ആളുകളും മെസ്സേജ് ചെയ്ത് ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായില്ല. പല ആളുകളും മെസ്സേജ് ചെയ്ത് കണ്ടു. പല ആളുകളും വോയിസ് ഇട്ട് ഞാൻ കേട്ടു. ഇന്ന് സംസാരിച്ച് കേട്ടു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ അറിയോ നിങ്ങള്? ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊരു ഇൻസ്പിറേഷൻ രൂപത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല 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 ഇല്ല. ഇല്ല. ഇപ്പോഴും ഞാൻ എത്തിപ്പെടേണ്ട എന്റെ ഉയരങ്ങൾ വലുതാണ്. പക്ഷെ അത് എങ്ങനെ എത്തുംന്ന് എനിക്കറിയില്ല. ഞാൻ ഷോർട്ടാക്കി എന്നെ. എന്നിട്ട് ഓരോ ദിവസവും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് എന്നെ മെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഞാൻ ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ ഒരു അസറ്റ് ബിൽഡ് ചെയ്യാൻ. എന്റെ ജീവിതത്തിലെ ഒരു അസറ്റ് ബിൽഡ് ചെയ്യണം. എന്താണ്? ഞാൻ നിങ്ങളോട് ഓരോ നിമിഷം സംസാരിക്കുമ്പോഴും ഞാൻ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ മെയ്ക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് വഴിയുള്ളൂ. അതിന് നമ്മള് ഉയരങ്ങൾ കീഴടക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പണിയാണ് നമ്മള് ലാഡർ ഉണ്ടാക്കും. ലാഡറിന് എന്താ സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. ആ സ്റ്റെപ്പുകളിലൂടെ മെല്ലെ മെല്ലെ കേറിയിട്ടാണ് നമുക്ക് നമ്മളുടെ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുക. അങ്ങനെ നമ്മൾ ആ ഉയരത്തിലെത്തിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കേറിപ്പോകുന്ന വഴികളെ നമുക്ക് വളരെ ചെറുതായിട്ടാണ് തോന്നുക. അന്നുണ്ടായിരുന്ന ആ അഴുക്ക് പുരണ്ട ജീവിതം, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടും ഉണ്ടായിരുന്ന മലീമസമായിരുന്ന ദുർഗന്ധം ഉണ്ടായിരുന്ന ആ ജീവിതം, അല്ലെങ്കിൽ ആ പ്രദേശത്തിനെ നമ്മൾ ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുള്ളതും പച്ചപ്പുള്ളതുമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ നമ്മൾ മേക്ക് ചെയ്യുന്ന വേണം. വേറൊരു വഴി ഇതിനില്ല. വേറൊരു വഴി ഇന്ന് ലോകത്ത് ആർക്കും കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ പെണ്ണാണെന്നും, അല്ലെങ്കിൽ ഞാൻ ആണാണെന്നും, അല്ലെങ്കിൽ ഞാൻ പാവപ്പെട്ടവനാണെന്നും, ഞാൻ കറുത്തവളാണെന്നും കറുത്തവനാണെന്നും, എനിക്കൊന്നും കഴിവില്ലാത്തവനാണെന്നും എന്നൊന്നും പറഞ്ഞിട്ട് ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ യാത്ര ആരംഭിച്ചത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് ആരംഭിച്ചത് കൃത്യമായിട്ട്. ഇതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആരെല്ലാം എത്തും എന്ന് ചോദിച്ചാൽ, ആരാണോ തനിക്ക് വേണ്ടി തന്റെ സമയവും തന്റെ എല്ലാം ചെലവഴിക്കാൻ തയ്യാറാവുന്നത്, അവർക്ക് മാത്രമേ എത്താൻ സാധിക്കുള്ളൂ. അല്ലാതെ നമുക്ക് ആരെങ്കിലും കൊണ്ടുവന്നിരുന്നു ആരും കരുതണ്ട. സാറ് ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ്സിൽ എന്തെങ്കിലും സാധനം തന്നിട്ട് വിടും, അതെടുത്തിട്ട് ഉപയോഗിച്ചാൽ ഞാൻ റെഡിയാവുന്നു. ഇല്ലില്ലില്ല. ഞാൻ നിങ്ങൾക്ക് വിസ്ഡമാണ്, അതായത് ജ്ഞാനമാണ് തരുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്ത പാഠങ്ങളെ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. അതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുള്ളത് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. അതിന് നിങ്ങൾ എത്രത്തോളം ആക്റ്റീവായിട്ട് ലേൺ ചെയ്യുന്നോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇതിന് ഓരോ സ്റ്റെപ്പുകളിലും നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും ഓരോ മണിക്കൂറുകളും നമുക്ക് തന്നിട്ടുള്ളത് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള കംഫർട്ട് സോണിൽ നിന്ന് അവന് പോകുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളുടെ ബ്രെയിന് പറയും നമ്മളോട് പറയും, എപ്പോഴും നമ്മളോട് പറയും. ബ്രെയിൻ എന്താ പറയാ നിങ്ങളെ? യെസ്. നമ്മളുടെ ബ്രെയിന് പറയും നമ്മളോട്, എന്താ പറയാ നിങ്ങള്? അതൊരു ഒരു മനുഷ്യന്റെ തലന്റെ ഒരു രൂപം വരച്ചതാണ്. അത് അത്ര കരുതിയാ മതി. ഞാനൊരു കലാകാരനൊന്നുമല്ല. ഓക്കെ. അപ്പോ എന്റത് കുറെ നേരം പോയല്ലോ, ചോറുണ്ണാൻ പോയോ? അപ്പോ നിങ്ങള് വീഡിയോയിൽ വന്നിട്ട് ഞാൻ നിർത്തും ട്ടോ. നിങ്ങൾക്ക് എപ്പോഴാണോ എന്നെ ആവശ്യമില്ല തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് പറയാം, ഞാൻ അപ്പൊ നിർത്തും. എനിക്കൊരു കുഴപ്പമല്ല. കാരണം എന്താ വെച്ചാല് എനിക്ക് ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റും പ്രതീക്ഷിച്ചിട്ടില്ല. ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. അതുകൊണ്ട് മാത്രാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുമാണെങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. അല്ലാതെ ഞാനിവിടെ വെയിറ്റ് ചെയ്യൽ തുടങ്ങിയിട്ട് 5 മണിക്ക് വെയിറ്റ് ചെയ്യൽ തുടങ്ങിയതാണ്. 5 മണിക്ക് ഞാൻ വീട്ടിൽ പോകാതെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്കും കൂടെ വേണമെങ്കിലേ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇത്ര ആവശ്യമൊന്നുമില്ല. അവിടെ നല്ല മനസ്സിലാക്കിക്കോളി. ഞാൻ നിർത്തും. എനിക്കൊരു പ്രശ്നമല്ല. ഓക്കെ. ആ സമയമാണ് ഞാൻ നിങ്ങൾക്കും കൂടെ വേണ്ടത്. നിങ്ങളെ സമയം നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറല്ലേ നിങ്ങൾക്ക് ഉയരാൻ പറ്റും. അപ്പോ നമ്മള് ഈ ഒരു ബ്രെയിനിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ബ്രെയിൻ ഉണ്ട്. ഈ ബ്രെയിനിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കിപ്പോ ഒരു കംഫർട്ട് സോൺ ആണ് എപ്പോഴും തരിക അയാൾ എപ്പോഴും നമുക്ക് തരാ എന്താ വെച്ചാല് നമ്മളെങ്ങനെ നിരുത്സാഹപ്പെടുത്തുക ചെയ്യാം. അതൊന്നും ചെയ്തില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ നാളെ ചെയ്യാം. പ്രൊക്കസ്റ്റിനേഷൻ നമ്മളങ്ങനെ നീട്ടി വെപ്പിക്കുക. അതൊക്കെ എന്തിനാ ചെയ്യേണ്ട ആവശ്യം? എനിക്കിപ്പോ നല്ല സുഖല്ലേ, എന്താ പ്രശ്നം? എന്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, എനിക്ക് കാശ് ഇങ്ങനെ വരുന്നുണ്ട്, എന്താ പ്രശ്നം? എനിക്ക് ചെലവാക്കിയാ പോരെ? നല്ല ഡ്രസ്സ് എടുക്കാം, നല്ല ചെരുപ്പ് എടുക്കാം, നല്ല സ്പ്രേ വാങ്ങാം, നല്ല മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാം, കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കാം, സ്കൂട്ടർ എടുത്ത് തന്നിട്ടുണ്ട്, അതിൽ വണ്ടിയിൽ എണ്ണ അടിക്കാണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പിന്നെ എന്തിനാ ഈ പണിയെടുക്കേണ്ട ആവശ്യം? എന്തിനാ പണിയെടുക്കേണ്ട ആവശ്യം? യെസ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ജോലി എടുക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ആയില്ലെങ്കിൽ നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻസ് വന്നാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ആരും ഇല്ലല്ലോ രക്ഷപ്പെടുത്താൻ. ആരും ഉണ്ടാവില്ല രക്ഷപ്പെടുത്താൻ. എന്തെങ്കിലും മുറിവ് നിങ്ങൾക്ക് പറ്റിയാൽ അതിന്റെ മുകളിൽ വന്ന് തോണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിക്കാൻ മാത്രമേ ആളുകൾ ഉണ്ടാവുള്ളൂ. അതിനെ വേദനിപ്പിച്ചുകൊണ്ട് അവരിറങ്ങിപ്പോവും. ആ വേദന സഹിക്കാതെ നിങ്ങൾ വീണ്ടും കരയും. അവര് പോയി ആ കരച്ചിലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ വന്നിട്ട് നിങ്ങളെ തോണ്ടിയിട്ട് വേദനിപ്പിക്കും. ഇതേ സത്യത്തിൽ ഉണ്ടാവും. വേറെ ഒന്നും ഉണ്ടാവില്ല. വേറെ ഒന്നും ഉണ്ടാവില്ല. ആരെല്ലാം തന്റെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്ത് സ്വയം പര്യാപ്തി നേടിയോ അവനിതൊരു പ്രശ്നം. അവനിത് അവന് പ്രശ്നം ഉണ്ടാകുന്ന വേദനയും വിഷമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. കാരണം മനുഷ്യനല്ല, ഇമോഷണലി അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ നിയന്ത്രിക്കാനും തന്റെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി പൊരുതാനും എനിക്ക് സാധിക്കുമെന്നും ആരില്ലെങ്കിലും എനിക്ക് ജീവിക്കണമെന്നും എന്റെ ജീവിതത്തിനെ ഏറ്റവും നല്ലതാക്കി മാറ്റണമെന്നുമുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്ക് സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് അയാളുടെ ഉള്ളിലുണ്ടാവും. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. ഞാനൊരു പൊട്ടത്തിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കണ്ടേ. നിങ്ങളൊരു കാര്യം നോക്കി, നിങ്ങളുടെ പഴയ അവസ്ഥ ഇപ്പത്തെ അവസ്ഥ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതൊന്നും പങ്കെടുക്കാത്ത കുറെ ആൾക്കാരുണ്ട്, നമ്മളെ ചുറ്റുപാട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളും അവരും തമ്മിൽ എന്താണ് മാറ്റം? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് ഞാൻ വെറുതെ പറയില്ല. ഇതൊരു യാഥാർത്ഥ്യം. അപ്പൊ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? എന്തിനാ നീ പഠിക്കാൻ പോണേ? അപ്പൊ നമ്മളെ ബ്രെയിൻ ഇങ്ങനെ പറയാം, അതന്നെ ഓള് പറഞ്ഞ ഈ കേട്ടില്ലേ, എന്തിനാ നീ പഠിക്കാൻ പോണ്ടേ? അപ്പൊ ഈ ബ്രെയിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ബ്രെയിന് നമ്മുടെ ശരീരത്തിന്റെ അടിമയാണ് ബ്രെയിൻ. അതായത് ശരീരത്തിന്റെ അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിമക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അടിമന്റെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടമനെ സംരക്ഷിക്കലാണ് അടിമന്റെ പണി. അതായത് ഉടമയ്ക്ക് പണിയൊന്നും സ്ട്രഗിളിംഗ് ഒന്നും കൊടുക്കാതെ ആ പണികളൊക്കെ എടുത്തിട്ട് തീർക്കുന്ന ആളാണ് അടിമ. അതായത് അയാളുടെ റിസ്കുകളൊക്കെ ഒഴിവാക്കാനാണ് അടിമനെ വെക്കുന്നത്. അതേപോലെയാണ് നമ്മളെ ബ്രെയിൻ എപ്പോഴും എന്താ വെച്ചാൽ നമ്മളെ കഷ്ടപ്പെടാൻ അനുവദിക്കൂല. നമ്മളങ്ങനെ അതിന്ന് മാറ്റിയിട്ട് ഹായ് വേണ്ടേ,
ഇങ്ങനെ നമ്മളെ മാറ്റിക്കൊണ്ടുവരും. അതിന് കുറെ കാരണം കാണിച്ചു തരും. ഓളെന്നോട് ദേഷ്യം പിടിച്ചില്ലേ? ഓളൊന്നും ഇപ്പൊ എന്നോട് മിണ്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇയ്യ് എന്തിനാ ഇതാക്കണത്? എന്നോട് ഇപ്പൊ ദേഷ്യായില്ലേ? ഇയ്യ് നിർത്തിക്കളാ. അല്ലെങ്കിൽ ഓര് അങ്ങനെ പറഞ്ഞില്ലേ? അതുകൊണ്ട് അത് നിർത്തിക്കളാ. ഇങ്ങനെ പഠിക്കണ്ട, അങ്ങനെ പഠിക്കണ്ട, പഠിച്ചിട്ട് വല്ല കാര്യൊന്നുല്ല. ഇതൊക്കെ ഇങ്ങനെ നമ്മോട് പറഞ്ഞ ആരാണ്? നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പറയും. എന്തിനാ അറിയോ ഇങ്ങള്? ഓന് പണിയെടുക്കാനാവൂല. അതായത് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അവനാവൂല. അപ്പൊ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മള് ഈ നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കണേ. പല കാര്യങ്ങളും ഞാൻ പല സമയത്തും കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മള് ആദ്യത്തെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു വെറും ലേണിംഗ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. രണ്ടാമത്തെ ലേണിംഗും മൂന്നാമത്തെ ലേണിംഗും ആണെങ്കിലേ നമുക്കത് ആക്റ്റീവ് ലേണിംഗ് ആക്കിയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റിപ്പീറ്റ് ഇതൊക്കെ ഞാൻ കേട്ടതാണ്, ഇതൊന്നും എനിക്ക് പറയണ്ടാന്ന് ആരും കരുതരുത്. അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ബ്രെയിനും ഷട്ട് ഡൗൺ ആവും. ഒരു സാധനവും നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് പറയാണ്. അപ്പോ കാരണം ഞാൻ ഇത് ബുക്കും സിലബസും ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പോ നമ്മളെ ബ്രെയിന് നമ്മളോട് ഇങ്ങനെ പറയും, നിരന്തരം പറയും. എന്നോട് പണ്ട് പറഞ്ഞിരുന്നതാ. എന്താ അറിയോ നിങ്ങൾ പറഞ്ഞീനെ? ഞാൻ പറയട്ടെ. എന്റെ എന്റെ വാപ്പ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്, ഗസറ്റഡ് ഓഫീസറായിരുന്നു. അപ്പോ എന്റെ ബാക്കിയുള്ള ആളുകളൊക്കെ എന്റെ മുകളിലുള്ള ആളുകളാ. 5 പേരിന്റെ മുകളിലുണ്ട്. ഏറ്റവും ചെറുതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും എനിക്ക് എല്ലാ ലാളനകളും കൂടുതലാണ്. എല്ലാം കൂടുതലാണ്. എന്റെ വലിയ പെങ്ങൾക്ക് ഇന്ന് 60 62 വയസ്സ്, 61 വയസ്സായിട്ടുണ്ട്. അപ്പോ അവളെ മകനും ഞാനും തമ്മില് വ്യത്യാസം 3 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴും കംഫർട്ട് സോൺ ഏറ്റവും മികച്ചത് നമുക്ക് കിട്ടും. ഇപ്പോ വീട്ടിലെന്തേലും ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിൽ ഏറ്റവും നല്ലത് എന്റെ ഉമ്മ എനിക്ക് എടുത്ത് വെക്കും. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഒന്നും അറിയില്ല. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് 5ാം ക്ലാസ്സില് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ, ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ ഉപ്പ എനിക്ക് വാങ്ങിത്തരും. എനിക്കൊരു പേടിയില്ല. അവരിങ്ങനെ ഓരോ കഷ്ടപ്പാടും ഒരു വലിയ മക്കളാ. അപ്പൊ വലിയ മക്കള് പറഞ്ഞാ വീട്ടിലെ വലിയ കുട്ടികളാ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. എന്നെ എന്നെ അങ്ങട്ട് തച്ചൊടച്ചു എന്റെ ദൈവം. എന്നെ തച്ചൊടച്ചു പറഞ്ഞാല് ഒന്നും ഇല്ലാത്തവനാക്കി. കടക്കാരനാക്കി. ലക്ഷക്കണക്കിന് രൂപ കടക്കാരനാക്കി. എന്തുകൊണ്ടാ അറിയോ? അനക്ക് ഇങ്ങനായാ ജീവിക്കാൻ കഴിയൂലാന്ന് നിന്നോട് പറയാം. ജീവിക്കണമെങ്കിൽ വേണമെങ്കിൽ പഠിച്ചോ. എന്ത്? എന്താണോ ജീവിതത്തിലെ ലക്ഷ്യം കണ്ടെത്താൻ ആവശ്യമായത് അത് പഠിച്ചോ. അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തോ. ഇത് പറഞ്ഞു. ഇതാണ് എന്നെ പഠിപ്പിച്ചത്. ഉപ്പ പോയപ്പോ ആദ്യത്തെ കൈവെള്ളി പോയി. പിന്നെ ഉമ്മാക്കുണ്ടായിരുന്നു ഫാമിലി പെൻഷൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ ധൈര്യം അറിയോ ഞങ്ങള്? ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ കാര്യങ്ങളൊന്നും അതങ്ങനെ നടന്നു പോകുക എന്നല്ലാതെ അതിമന്ന് ഒരു സാലറി എടുക്കുന്ന സിസ്റ്റോ അതിനൊരു സിസ്റ്റമാറ്റിക് ഓർഡറോ ഒന്നുമില്ല. കുറെ അയക്ക് ചെലവാക്കും, കുറെ ഇതിക്ക് ചെലവാക്കും, കുറെ പൈസ കടം വാങ്ങും. ഒരു ഓർഡറും ഇല്ല. ഡിസോർഡർ ആയിട്ടുള്ള ജീവിതമാണ്. പക്ഷെ സ്വർണം പണയം വെക്കും, വട്ടിപ്പലിശ എടുക്കും, ഇതൊക്കെ ചെയ്യും. എല്ലാം പണിയെടുത്ത് വന്നത്. ഇതൊക്കെ ചെയ്യും. ഇങ്ങനൊക്കെ പോന്നിട്ട് ഉമ്മേനെ മരിച്ചോട് കൂടിയിട്ട് ഫുൾ ബ്ലാങ്ക് ആയി. ഫുൾ ബ്ലാങ്ക് ആയി. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്ന് മുതല് ഓരോ നിമിഷത്തിലും ഞാൻ ബിൽഡ് ആയിക്കൊണ്ടിരുന്നു. പല സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ബിൽഡ് ആയിക്കൊണ്ടിരുന്നു. ആ ബിൽഡായിന്ന ഞാൻ പഠിച്ചത്, ഞാൻ ഇനി എന്ത് ചെയ്യണം? എന്റെ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കാനാണ് എന്നെ സത്യത്തിൽ ഈ കഷ്ടപ്പെടുത്തിയതെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. അവിടുന്നാണ് ഞാൻ സത്യത്തിൽ നല്ലൊരു റൂട്ടിലേക്ക് കയറിയത്. അതുവരെ ഞാൻ പഞ്ചായത്ത് റോട്ടിലൂടെ കഷ്ടപ്പെട്ട കട്ട റോട്ടിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത്. എനിക്കൊരു വിശാലതയോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയോ ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ പോയിരുന്നത്. അപ്പൊ എന്റെ ബ്രെയിന് പറയും, അന്നൊക്കെ ഈ എന്തിനാ ചെയ്യണത്? എന്നാൽ ഞാൻ കഷ്ടപ്പെടുമ്പോ, നമ്മൾക്ക് പ്രയാസം വരുമ്പോ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യത്തിൽ നമ്മളുടെ ബ്രെയിന്റെ ഉള്ളിൽ ഒരു പുതിയ ന്യൂറോ പാത്ത് വേ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു പുതിയ പാത ന്യൂറോ പാത്ത് വേ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് സയൻസ് പറയുന്നത്.
ഒരു പുതിയ ന്യൂറോ പാത്വേ സൃഷ്ടിക്കപ്പെടുന്നത് ബാക്ക് ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിങ്ങനെ കേറി കേറി വരുന്നു. ഇതിങ്ങനെ വന്നിട്ട് നമ്മുടെ ബ്രെയിന്റെ വികാസത്തിനനുസരിച്ച് ഇങ്ങനെ കേറിയിട്ട് ഇവിടെ എത്തുമ്പോ അത് കംപ്ലീറ്റ് ആവും. അങ്ങനെ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ പണി ചെയ്യാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ആ പണി ചെയ്യാൻ അല്ലെങ്കിൽ ആ ലെവല് വരെ നമുക്ക് ഉയരാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് അവർ കംഫർട്ട് സോൺ. അത് കംഫർട്ട് സോൺ ആണ്. വീണ്ടും നമ്മൾ പൊട്ടിക്കണം ആ കംഫർട്ട് സോൺ. എനിക്കിത് പോരാ. അപ്പൊ അടുത്ത പാത്വേ സൃഷ്ടിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ പ്രയാസത്തിലൂടെ പുതിയ റോഡ് നിർമ്മിക്കുമ്പോ ആ പഴയ റോഡിന് പിന്നെ എന്തുണ്ടാവില്ല, വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പഴയതിന്റെ താഴേക്ക് പോരൂല. ഇനിയിപ്പോ നിങ്ങള് ഞാൻ പറയാം, നിങ്ങള് ഈ ഉയർന്ന ഒരു പൊസിഷനിലേക്ക് എത്തി, അതായത് ജോലിയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, മനസ്സിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്, മനുഷ്യന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് താഴെ പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും. നിങ്ങൾക്ക് ആ പഴയ ഡിപ്രഷനെ കുറിച്ചിട്ടും പണ്ടുണ്ടായിരുന്ന എനർജി കുറഞ്ഞ അവസ്ഥനെ കുറിച്ചിട്ടും ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല. ഹേയ്, അതൊരു വെറുപ്പ് പിടിച്ച ഒരു അവസ്ഥയാണ്. ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. ഇതാണ് സത്യം. ആ പഴയ അവസ്ഥ ആലോചിക്കാനേ സാധിക്കില്ല. എന്നാൽ ആ പഴയ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠങ്ങളാണ് സത്യത്തിൽ നിങ്ങളെ നിങ്ങളാക്കിയത്. അന്ന് ആ റോഡ് പണി ആരംഭിച്ചതായിരുന്നു. ആ കഷ്ടപ്പാടിൽ നിന്നാണ് നിങ്ങൾ അതിലേക്ക് ഉയർന്നത്. ഇതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നമുക്കൊരു പ്രതിസന്ധി വന്നപ്പോ നമ്മളത് പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഇതുപോലെ അടുത്ത ലെവലിലേക്ക് ഉയരാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. 100% സാധിക്കും. കാരണം അതൊരു പ്രശ്നമേ അല്ല. തീർച്ചയായിട്ടും സാധിക്കും. 100% സാധിക്കും. ഒരു പ്രശ്നവുമില്ല. ഇത് മനുഷ്യന്റെ പ്രത്യേകത. എന്നാൽ പല ആളുകളും ഇത് പാതി വഴിയിൽ വെച്ചിട്ട് നിർത്തിപ്പോകും. അപ്പൊ എന്താവും? ആ റോഡ് അവിടെ കട്ടാണ്. പിന്നെ ഒരു ഉപകാരം ഉണ്ടാവില്ല. നമ്മൾ വീണ്ടും പഴയ റൂട്ടിലൂടെ തന്നെ സഞ്ചരിക്കൽ തുടങ്ങും. വീണ്ടും പഴയതിലേക്ക് പോകും. ഇതാണ് സത്യത്തിൽ ഉണ്ടാകേണ്ട അവസ്ഥ. ഇതിൽ നിന്ന് മാറാൻ ആർക്കെല്ലാമാണ് സാധിക്കുന്നത് ആ പാത്വേ കംപ്ലീറ്റ് ചെയ്യാൻ? അയാൾ ആ കംഫോർട്ട് സോണിലേക്ക് എത്തും. വീണ്ടും അടുത്ത പണി തുടങ്ങണം. നമ്മൾ എന്ന് മുതലാണോ ജനിച്ചത് അന്ന് മുതൽ മരണം വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. തൊട്ടിൽ മുതൽ ശ്മശാനം വരെ എന്നാണ് പറയാം. പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് മനുഷ്യൻ. പുസ്തകത്തിലുള്ള പഠനമല്ല പഠനം. അത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള, പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പഠനം. ഇതൊരു വലിയ സംഭവമാണ്. ജീവിതത്തിലെ പ്രതിസന്ധി നിങ്ങൾ ആലോചിച്ച് നമ്മള് ഒരു പെട്ടെന്ന് മനസ്സിലായ ഒരു കാര്യം പറയാം. നമ്മളൊരു സങ്കടം വന്നു. നമുക്ക് എന്താ പറയാ, ഒരു ഒരു കാര്യമായ ഒരു സങ്കടം വന്നു. നമ്മൾ ആരെങ്കിലും മരിച്ചുപോയി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നു. നമ്മൾ കരഞ്ഞു, കുറേ കരഞ്ഞു. പിന്നെ അതേപോലെ അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത പറഞ്ഞു നമ്മളെ, അല്ലെങ്കിൽ നമ്മളെ തല്ലി, അല്ലെങ്കിൽ വേദനിപ്പിച്ചു നിരന്തരമായിട്ട്. ഇപ്പോ പെട്ടെന്ന് മനസ്സിലാകാൻ പറഞ്ഞുതരാം. നമ്മളെ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് എന്നും നമുക്ക് കുത്തുവാക്കുകളും നമ്മളിങ്ങനെ അവഹേളനകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആണെങ്കിൽ നമുക്ക് എന്നും ഭയങ്കര വെറുപ്പനെ സന്തോഷം ഉണ്ടാകും. പക്ഷെ കുറച്ച് കഴിയുമ്പോ നമ്മൾ ഇതിനെ അതിജീവിക്കാൻ പഠിക്കും. ആ അതിജീവിക്കാൻ പഠിക്കുമ്പോ പിന്നെ ആരെന്ത് പറഞ്ഞാലും ആ ലെവലിൽ വരെ പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകും. മനസ്സിലായോ? അന്ന് നമ്മൾ കരഞ്ഞില്ല. അന്ന് ചെറിയൊരു കാര്യത്തിന് പോലും ഞാൻ കരഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ കരയുന്നില്ല സാർ. എനിക്ക് കരച്ചിൽ വരുന്നില്ല. എന്താ കാരണം? നിങ്ങൾ പുതിയ ന്യൂറോ പാത്വേ സൃഷ്ടിച്ചു. അതായത് അതിനെ തരണം ചെയ്യാനുള്ള, അതിനെ നിങ്ങളുടെ റോഡിന്റെ അടിയിലായി പുതിയ റോഡ് നിങ്ങൾ സൃഷ്ടിച്ചു. ഇനി നിങ്ങൾക്ക് ആ താഴെ ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കില്ല എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് വിഷമം വരില്ല. ഇതേപോലെ നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈ ലെവലിലേക്ക് ഉയരാൻ പറ്റും. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക നിങ്ങള്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ഒരു നോർമൽ കേസ് ഞാൻ പറഞ്ഞുതരാം. ഉണ്ടാവും എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം. ആരും തെറ്റിദ്ധരിക്കരുത്. ആരെ കുറിച്ചിട്ടും അല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒന്ന്, നമുക്കൊരു വിഷമം ഉണ്ടാവുന്ന കാര്യമാണ്. നമ്മളെ ഭയങ്കര വിഷമം ഉണ്ടാവുന്ന കാര്യം കേട്ടോ. നമ്മളെ ഭർത്താവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പല ആളുകളും തകരുന്ന രംഗങ്ങളാണ്. ഒന്ന്, അത് ഡൈവോഴ്സ് ആയിരിക്കാം,
അല്ല എന്നുണ്ടെങ്കില് അത് ചിലപ്പോ മരിച്ചതായിരിക്കാം. എന്താണെങ്കിലും അത് സംഭവിച്ചു. അതേപോലെ നമ്മളെ മക്കളാരെങ്കിലും നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. സങ്കടം ഉണ്ടാവും. പക്ഷേ ആ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ ദാറ്റ്സ് ഓൾ. പ്രശ്നം തീർന്നു. കാരണം നമുക്ക് ജീവിക്കണ്ടേ? ജീവിക്കണം. ആ യാഥാർത്ഥ്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് നമ്മൾ പഠിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ആൾക്കാര് ചോദിക്കും അനക്കെന്താ കരച്ചില് വരുന്നില്ലേ? കരച്ചില് വരാത്തോണ്ടോ വിഷമില്ലാത്തോണ്ടോ ഒന്നുമല്ല. പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ ഞാൻ പഠിച്ചു. ഇതാണ് സത്യം. ഇതാണ് സത്യം. അത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അത് പഠിക്കാതിരുന്നാൽ നമുക്ക് എന്തും സംഭവിക്കാം. നമ്മളുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കാം. എന്ത് എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു ക്ലാരിറ്റി വേണം. ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി ഡെയിലി നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങൾ. ഒരു 5 ഡെയിലി ഇംപ്രൂവ് ചെയ്യാം. ഞങ്ങൾക്ക് ഷെഡ്യൂളൊക്കെ പറഞ്ഞുതരും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഞാൻ പറയുന്നു നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളായിരിക്കില്ല ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയും. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. ഡെയിലി നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ട 2, 3, 4 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇംപ്രൂവ് യുവർ ക്ലാരിറ്റി. നിങ്ങളുടെ ക്ലാരിറ്റി. എന്താ ക്ലാരിറ്റി? ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? എനിക്ക് എവിടെയാണ് എത്തേണ്ടത് എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. എങ്ങനെ എന്നുള്ളത് ഹൗ നമുക്ക് എപ്പോഴുള്ള കൺഫ്യൂഷനാ ഹൗ. അതെങ്ങനെ ഉണ്ടാവുക? എങ്ങനെ ഇനിയിപ്പോ ഞാൻ ചെയ്യുക? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് എത്തിപ്പെടേണ്ട സ്ഥലത്തിന്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിന് ആദ്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഐഡന്റിറ്റി ഷിഫ്റ്റ് ഉണ്ടായിരിക്കണം. അതിന് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എനിക്ക് ഇന്ന രീതിയിൽ എന്റെ ജീവിതം എത്തിമാറും. ആകെ ജീവിതം ഈ ലോകത്ത് ഒരു 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 പ്രാവശ്യമേ ഉള്ളൂ. ആ പ്രാവശ്യം എനിക്ക് നന്നായിട്ട് ജീവിക്കണം. അതിന് ഞാൻ എവിടെ എത്തണം? അതിന് ക്ലാരിറ്റി ഇല്ല. ഇംപ്രൂവ് യുവർ ക്ലാരിറ്റി. ഇംപ്രൂവ് യുവർ ക്ലാരിറ്റി. രണ്ടാമത്തത് ഇംപ്രൂവ് യുവർ ഡിസിപ്ലിൻ. നമ്മൾ അച്ചടക്കത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ എന്താ? അച്ചടക്കത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അടുക്കും ചിട്ടയോട് കൂടിയിട്ട് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണം. നിർബന്ധം. നിർബന്ധം. പിന്നെ അടുത്ത സാധനത്തിന്റെ പേരാണ് ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ. നമ്മളുടെ സംസാരം കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുന്ന സാധനമാണ്. ആ കമ്മ്യൂണിക്കേഷനെ ഇംപ്രൂവ് ചെയ്യണം. അത് നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആക്കിയിട്ട് മാറ്റണം. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്റെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് മാറ്റാൻ സാധിക്കണം. അതിന് നല്ല ലാംഗ്വേജ് ഉണ്ട്. മൊത്തം പറഞ്ഞാൽ എല്ലാം പെട്ടു. നല്ല ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. നല്ല സ്ലാങ് ഉണ്ടായിരിക്കണം. നല്ല എന്താ പറയാ വോളിയം ഉണ്ടായിരിക്കണം. അതൊക്കെ നമ്മൾ പഠിക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കൊല്ലം പഠിച്ചാലും തീരൂല. ഒരു കൊല്ലം പഠിച്ചാലും 2 കൊല്ലം പഠിച്ചാലൊന്നും തീരൂല. നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കും. അല്ല ഇടക്കിടക്ക് നിങ്ങൾ വന്ന് പോവാ എപ്പോഴെങ്കിലും ഒക്കെ കിട്ടിയാൽ എന്തെങ്കിലും ഒക്കെ കിട്ടുമെന്ന് കരുതിയിട്ടാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് വർക്കൗട്ട് ആവില്ല. ഞാൻ ഗ്യാരണ്ടിയാ പറയുന്നത്. വർക്കൗട്ട് ആവില്ല. കാരണം വർക്കൗട്ട് ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ്. കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് മിസ്സായാൽ നിങ്ങൾക്കത് ലോസ് ആക്കണം. നിങ്ങൾക്ക് നഷ്ടമാക്കാം. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മനസ്സിലാവും. അന്ന് നിങ്ങൾ ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമില്ല. ഇപ്പൊ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ. അടുത്തത് 4മത്തെ സാധനമാണ് കൺട്രോൾ യുവർ ഇമോഷൻ. നമ്മുടെ ഇമോഷനുകളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. എന്താണ് ഇമോഷനുകൾ എന്തൊക്കെയാണ്? ദേഷ്യം, പിന്നെ സങ്കടം, വെറുപ്പ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഈ ഇമോഷനുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. നിർബന്ധ. ഇത് ഡെയിലി ചെയ്യേണ്ട കാര്യം. ദിവസം എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യം. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യം. ഡെയിലി നമ്മുടെ ക്ലാരിറ്റി നമുക്ക് കിട്ടണം. അതേപോലെ തന്നെ നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എപ്പോഴും ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ
ഇമോഷനെ കൺട്രോൾ ചെയ്യണം. അതേപോലെ ഇംപ്രൂവ് യുവർ എബിലിറ്റി ടു ലേണിംഗ് ആൻഡ് അഡോപ്റ്റ്. അതായത് നമ്മൾ പഠിക്കാനുള്ള എബിലിറ്റി കൂട്ടണം. പഠിക്കാനുള്ള കൂട്ടണം. നിർബന്ധം. എന്ത് കാര്യം എല്ലാ സ്ഥലത്തും പഠിക്കാനുണ്ടാവും. അത് പഠിക്കാനുള്ളത് കൂട്ടണം. അതിന്റെ കൂടെ തന്നെ എല്ലാവരുമായിട്ട് അഡോപ്റ്റ് ചെയ്യാനുള്ള എന്ത് കാര്യത്തിന് അഡോപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയും കൂടെ അങ്ങട് കൂട്ടണം. ഇത് പലതും വരും. പല ഡിസ്ട്രാക്ഷൻസും വരും. പല പ്രതിസന്ധികളും വരും. പല പ്രയാസങ്ങളും വരും. പല പ്രശ്നങ്ങളും വരും. എന്തെല്ലാം വന്നാലും എന്ത് ചെയ്യണം? ഇതിനൊക്കെ നമുക്ക് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി പല ടൈപ്പ് ആളുകളും ഉണ്ടാവും ഇല്ലേ? ഇവരൊക്കെ അഡോപ്റ്റ് ചെയ്യാനുള്ള ആ കപ്പാസിറ്റി നമ്മള് കൂട്ടണം. പഠിക്കാനുള്ള കപ്പാസിറ്റി കൂട്ടണം. അപ്പോ ഒരു ന്യൂറോ പാത്വേ സൃഷ്ടിക്കാണ്. പുതിയ ഒരു റോഡ് സൃഷ്ടിക്കാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത? പഴയ റോഡല്ല അതിന്റെ അടിയിൽ പോകും. നിങ്ങളിപ്പോ ഈ എൻഎച്ച് കണ്ടാൽ അറിയാം. നമ്മൾ എവിടൊക്കെയാണ് എന്തൊക്കെ സംഭവിച്ചത് നമുക്കറിയില്ല. ഇപ്പൊ നമ്മളെ മലപ്പുറം ജില്ലക്കാർക്ക് അല്ലെങ്കിൽ ഈ ഏരിയയിലുള്ള എൻഎച്ചിലുള്ള ഏറ്റവും വലിയ പ്രശ്നേനു നമ്മളെ വട്ടപ്പാറ വളവ്. വട്ടപ്പാറ വളവ് ഇപ്പൊ കാണാനേ ഇല്ല. അങ്ങനെ ഒരു സാധനം കാണാനേ ഇല്ല. നിങ്ങൾ ആ റോട്ടിൽ പോയിക്കണോന്ന് എനിക്കറിയില്ല. പോയ ആൾക്കാർക്ക് അറിയാം. അത്രയും ക്ലാരിറ്റിയാണ് റോഡിൽ. അത്രയും ക്ലാരിറ്റിയാണ്. അതില് വണ്ടി ഓടിക്കുമ്പോ നമ്മള് ഡിസിപ്ലിൻ ആയിട്ട് ഓടിക്കണം. ഡിസിപ്ലിൻ ആയിട്ട് ഓടിക്കണം. ഭയങ്കര ക്ലാരിറ്റിയാണ്. അത്രയും ദൂരം നമുക്ക് സഞ്ചരിക്കാൻ പറ്റും വളരെ കുറഞ്ഞ സമയം കൊണ്ട്. ഇതേപോലെയാണ് നമ്മളെ ജീവിതത്തിന്റെ റൂട്ട് മാപ്പ്. നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഫ്രണ്ടൊക്കെ. അതുണ്ടാവണമെങ്കിൽ നിങ്ങൾ ആലോചിക്കും ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളോട് നമുക്ക് എല്ലാം ഉണ്ടെന്ന് നമ്മളോട് എല്ലാം ഇടക്കിടക്ക് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമുക്ക് അതിലേറെ നമുക്ക് നേടാൻ സാധിക്കും. അതിന് വേണ്ടത് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആരും പറഞ്ഞു തരാറില്ല. ഇല്ല. ഈ പത്രം ചെയ്താ മതി. അനക്ക് അത്രേ ആവശ്യമുള്ളൂ. അതൊക്കെ മതിയില്ലേ? ധാരാളല്ലേ? എന്നാണ് നമ്മളോട് ചിലപ്പോ എന്ത് ചെയ്യാ പറയാ. എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമുക്ക് എവിടെല്ലാം നമ്മൾ ചെല്ലുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ പോലും അറിയാതെ നമുക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ വാല്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇതിൽ നിന്നാണ് ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യുമ്പോഴും നമ്മൾ ഇമോഷനെ കൺട്രോൾ ചെയ്യും. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. ആകെ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആകെ 5 കാര്യങ്ങൾ. ആ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനിയുണ്ട്. പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. പഠിച്ചാൽ മാത്രം പോരാ. അതിനെ ആക്ഷൻ ആക്കണം. നമ്മൾ ഇന്ന് പഠിച്ചതിന് അടുത്ത ദിവസം ആക്ഷൻ ആക്കണം. അപ്പോഴേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല. ആക്ഷൻ ആക്കാത്ത ഒരു ലേണിങ്ങും ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെട്ടില്ല. അത് ഗ്യാരണ്ടിയാ. അപ്പൊ അതുകൊണ്ട് ആക്ഷൻ ആക്കണം. ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ ആക്കണം. എഴുതി വെക്കുക. ഞാൻ നാളെ മുതൽ ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ എഴുതണം. നിങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും നിങ്ങൾ എഴുതണം. ഒന്ന്. രണ്ടാമത്തെ ഞാൻ എങ്ങനെ പോകണം? നിങ്ങൾ എഴുതണം. പേ എഴുതിയത് നിങ്ങൾക്ക് പിന്നെ വായിക്കാൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എഴുതണം. എഴുതുമ്പോ നിങ്ങളെ ബ്രെയിനിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ട്. ഒരു പ്രോഗ്രാമിംഗ് അവിടെ നടക്കുന്നുണ്ട്. അത് നിങ്ങളെ ഉള്ളിൽ ഭയങ്കര എഫക്ട് ഉണ്ടാക്കും. നമ്മള് വെറുതെ എഴുതിയത് ഇല്ല. അങ്ങനല്ല. നിങ്ങള് എന്റെ മേശപ്പുറത്ത് വന്നാൽ കാണാം ഒരു 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 പാഡും ഒരു ന്യൂസ് പ്രിന്റിന്റെ കെട്ടും ഉണ്ടാവും. അതിൽ ന്യൂസ് പ്രിന്റും ഉണ്ടാവും. എന്റെ എന്റെ ടീമിന് എല്ലാവർക്കും അറിയാം. അതിൽ എഴുതിയത് എനിക്ക് പോലും പല സമയത്തും വായിക്കാൻ കിട്ടില്ല. പക്ഷെ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. വരച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഒരുപാട് ഇൻസൈറ്റ് കിട്ടും. ഒരുപാട് വിസ്റ്റം കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മുടെ തോട്ട് പ്രോസസ് ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ പഴയ ചിന്തകൾ, പഴയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുമ്പോൾ അതിൽ നിന്നുള്ള പാഠങ്ങൾ മാത്രം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. അത് അന്ന് എനിക്ക് അങ്ങനെ സംഭവിച്ചു. ഇനി അതെനിക്ക് സംഭവിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അന്ന് ഞാൻ എന്ത് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കത് സംഭവിച്ചത്. ഇന്ന് ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളെ മാത്രമേ റെഡിയാക്കാൻ പറ്റുള്ളൂ. ലൈഫ് മാറും. ലൈഫ് മാറും. ഹൈ പവറുള്ള ആളുകളാണ് നമ്മൾ. ഇത്ര പവറുള്ള ആളുകളില്ല. ഇത്ര പവറുള്ള ഒരു ജീവിനും ദൈവം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പവറുള്ളത്. ഇത് ഉപയോഗപ്പെടുത്തുന്നവന് രക്ഷപ്പെടാം. അല്ലാത്തവന് കഷ്ടപ്പെടാം. ഞാൻ പറഞ്ഞല്ലോ ജോലി മാത്രമൊന്നുമല്ല പ്രശ്നം. നമുക്ക് ഹസ്ബൻഡ് അയച്ചു തരുന്ന പൈസ പോലും എങ്ങനെ മാനേജ് ചെയ്യണം നമ്മൾ പഠിക്കണം.
അല്ലെങ്കിൽ നാളെ ഒരു അപകടം വരുമ്പോ നമ്മൾ കരഞ്ഞിരിക്കേണ്ടത്. ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. അത് ഹസ്ബൻഡിനെ മനസ്സിലാക്കണം. അയാൾ അവിടെ എന്താ ചെയ്യണത് മനസ്സിലാക്കണം. ആ പണം എങ്ങനെ ഉണ്ടാക്കുന്നത് മനസ്സിലാക്കണം. അയാൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത് മനസ്സിലാക്കണം. ആ പണം എനിക്ക് അയച്ചു തരുമ്പോ ഞാൻ അത് എങ്ങനെ ചെലവാക്കണമെന്ന് പഠിക്കണം. ഇതെല്ലാം പഠിക്കണം. അതിന്റെ കൂടെ എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കണം. ഞാൻ എങ്ങനെ എന്റെ ജീവിതം നല്ല രീതിയിലാക്കണമെന്ന് പഠിക്കണം. എല്ലാം പഠിക്കണം. എല്ലാം പഠിക്കണം. പഠിച്ച്, എഴുതി, പഠിച്ച്, വരച്ച്, പഠിച്ചിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോണം. ഇങ്ങനെ മാറാൻ നിങ്ങൾ റെഡി ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു വിത്തിൻ മന്ത്സ് കൊണ്ട് യെസ് ഗുഡ് നിങ്ങൾ മാറി മതി. ഇത് ഗ്യാരണ്ടിയാ. എന്തുകൊണ്ടാ നിങ്ങളോട് ഇത്ര ഷുവർട്ടി പറയുന്നവരാണ്? ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറാം. ഒരു പ്രശ്നമല്ല. പ്രശ്നങ്ങൾ വരുന്നതിന്റെ മുന്നേ തന്നെ അതിനെ തടഞ്ഞു നിർത്താനുള്ള സംവിധാനം നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ പ്രശ്നങ്ങൾ വന്നപ്പോൾ പേടിക്കേണ്ട ആവശ്യം എന്താ? ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ പറയും ഡ്രൈവിംഗ് പഠിക്കാത്ത ആളുകൾ ഡ്രൈവിംഗ് പഠിക്കണം. സത്യം. സ്കൂട്ടർ പഠിക്കണം. കാറ് പഠിക്കണം. എന്തെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. എന്താ കാരണം അറിയോ നിങ്ങള്? നാളെ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ആരുണ്ടാവില്ല. അപ്പൊ നമ്മളടുത്ത് ഉണ്ടാവേണ്ട ആയുധങ്ങളാണ് ഇതെല്ലാം. നിർബന്ധാ. നിർബന്ധാ. ഇത് സത്യാ പറയുന്നത്. എന്നും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്നും ഓട്ടോക്കാരനെ വിളിക്കണം. അല്ലെങ്കിൽ എന്നും നിങ്ങള് ടാക്സി വിളിക്കണം. അല്ല. നമ്മളെ ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് എനിക്ക് നേരത്തിന് എത്തണമെങ്കിൽ എനിക്ക് വണ്ടി പഠിക്കണം. എനിക്ക് ലൈസൻസ് എടുക്കണം. എനിക്ക് പോവണം. ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. ഇതിനൊക്കെയുള്ള സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. വണ്ടി എടുത്തോ എടുത്തില്ല എന്നുള്ളതല്ല. അപ്പൊ നിങ്ങൾക്ക് വണ്ടി എടുക്കാനുള്ള മോഹം വരും. അപ്പൊ നിങ്ങൾ അതിനുള്ള പണം ഉണ്ടാക്കും. നിങ്ങൾ വണ്ടി എടുക്കും. ജീവിതത്തിലെ ഭയങ്കര വലിയ വലിയ അച്ചീവ്മെന്റ്സ് ആണ് അതൊക്കെ. ഇതൊക്കെ ഇല്ലാതെ എന്നും ഇന്നെ ആരെങ്കിലും ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്ന് കരുതി കഴിഞ്ഞാല് കാലാകാലം അത് അനുഭവിക്കേണ്ടി വരും. സത്യാണ് പറഞ്ഞത്. സത്യം. അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്. വേഗം പഠിക്കല് തുടങ്ങണം. വേഗം ലൈസൻസ് എടുക്കാൻ കൊടുക്കണം. വേഗം പഠിക്കണം. ലൈസൻസ് എടുക്കണം. പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങളെ ഇപ്പൊ ഒരു കാര്യം പറയണേ. ഒരു ഉദാഹരണം പറയാം. ഒരു 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ നമ്മളെ കയ്യിലുണ്ട്. ആ 1,00,000 രൂപ നമ്മള് അങ്ങനെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് എന്നും ആ 1,00,000 രൂപയേ ഉണ്ടാവുള്ളൂ. അല്ലെ? നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ അത് ചെലവാക്കിയാൽ നമുക്ക് ആ 1,00,000ന്റെ മുകളിൽ ഉണ്ടാക്കാൻ പറ്റും. പണം നമുക്ക് വേണ്ടി പണിയെടുക്കും. അത് നിങ്ങൾക്കറിയാം. നമ്മളിലൂടെ പണിയെടുക്കും. ചില ആൾക്കാരുണ്ട് കാശിന്റെ പഠിക്കാനൊന്നും ഫീസൊന്നും കൊടുക്കൂല. പഠിക്കൊന്നുമില്ല. പക്ഷെ ആ കാശ് ഇങ്ങനെ വെച്ചിട്ട് ഞാന് അഭിമാനത്തോട് കൂടെ പറയുന്ന കുറച്ച് കുട്ടികളുണ്ട്. ഇന്നെ ഞാൻ പഠിപ്പിച്ച. ഒരു ദിവസം ഒരു കുട്ടി വന്നിട്ട് പേരൊന്നും ഞാൻ പറയില്ല. ഒരു കുട്ടി വന്നിട്ട് ഫീസിന്റെ എക്സ്ക്യൂസുകൾ അവിടെ പറയുന്നുണ്ട് ഫ്രണ്ട് ഓഫീസില്. അപ്പോ ഞാൻ പുറത്തിറങ്ങണം ഓഫീസിന്ന്. അപ്പോ എന്റെ അടക്കണ്ട് ചോദിച്ചു. ഫീസ് ഇജ്ജ് അടച്ചു ചോദിച്ചു. കുറെ മുന്നേ. അപ്പൊ ആ കുട്ടി പറഞ്ഞു സാറേ ഞാൻ ഇതൊക്കെ എന്നോ സെറ്റാക്കിയോ അതെന്ത് ചോദിച്ചു. ഫുൾ അടിച്ചു ചോദിച്ചു. അല്ല ഞാന് കോഴ്സിന് ചേരുമ്പോ തന്നെ എനിക്കറിയാം ഹസ്ബൻഡിന് കാശ് ചോദിച്ചാൽ തരാൻ പ്രയാസീകരം. കാരണം ഇവിടെ വീട് പണി നടക്കുകയാണ്. അങ്ങനെ പല പ്രതിസന്ധികളുണ്ട്. അപ്പൊ ചോദിക്കുമ്പോ ഓരോ ബുദ്ധിമുട്ടുകൾ. ഞാൻ എന്റെ ഒരു വള വിറ്റു. ആ കാശ് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്ത് ഞാൻ ഇങ്ങനെ ഫീസ് അടക്കും. ആ കുട്ടി ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ല. ഒരു ടെൻഷനും ഇല്ല. കോഴ്സ് കഴിഞ്ഞു. ഉടനെ ജോലിക്ക് കയറി. ജോലിക്ക് കയറി. 4 5 മാസം കൊണ്ട് അന്നത്തെ ഒരു ഇത് വെച്ചിട്ട് ആ അടച്ച ഫീസിനുള്ള പൈസ ആ കുട്ടിക്ക് തിരിച്ചു കിട്ടി. പിന്നെ കിട്ടുന്നതൊക്കെ ലാഭാ. സ്കിൽ അവിടെ കിടക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് അവിടെ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. സത്യാണ്. സത്യം. ഇത് ഞാൻ വെറുതെ പറയല്ല. നമ്മള് പല ആളുകളടുത്തും സ്വർണ്ണമൊക്കെ ഉണ്ടാവും. ഈ സ്വർണ്ണമൊക്കെ പലതും നഷ്ടപ്പെടലാണ് പിന്നെ.
കാണാനില്ലാതാവലല്ല. നമ്മളടുത്ത് ഇപ്പൊ സ്വർണ്ണം ഉണ്ട് കരുതിക്കോളി ഇങ്ങള്. സ്വർണ്ണൊക്കെ ഉണ്ടെങ്കില് ഇനിയിപ്പോ നമ്മളെ ഹസ്ബൻഡ് അതൊന്നും എടുത്തിട്ടില്ല, അതൊക്കെ സൂക്ഷിച്ചു ഒരു കാര്യമായിട്ട് ഒന്നും ഇതാക്കാത്ത ആളാണ് ഒക്കെ ആണെങ്കിലും ഹസ്ബൻഡ് അനിയനോ പെങ്ങളോ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും കുടുങ്ങുമ്പോ നമ്മളോട് ഈ എന്റെ ഒരു വള ഒന്ന് തരൂ, ഞാൻ ഭയങ്കര കഷ്ടത്തിലാണ്, ഞാൻ അതൊന്ന് പണയം വെക്കണുള്ളൂ, വിൽക്കണില്ല, അത് കഴിഞ്ഞാൽ ഞാൻ എടുത്തരാം. കിട്ടൂല. പിന്നെ നമ്മൾ അതിന് ഓരോ വൈത്താലെ നടക്കേണ്ടി വരും, ഓരോ പിന്നാലെ നടക്കേണ്ടി വരും. നമുക്ക് ഉപകാരപ്പെടാത്ത ഒരു സാധനം എന്തിനാണ് നമുക്ക്? നിങ്ങൾ പറഞ്ഞേ. ഞാൻ അതാ ചോദിക്കുന്നത്. എന്തിനാണ് നമുക്ക്? വീട്ടില് സ്കൂട്ടർ ഉണ്ട്, ഓടിക്കാൻ അറിയില്ല, എന്തിനാണത്? നിങ്ങൾ പറഞ്ഞേ. കാറുണ്ട്, ഓടിക്കാൻ അറിയില്ല, അതിന് ഡ്രൈവറെ വിളിക്കണം, എന്തിനാണത്? എന്തിനാണത്? വെറുതെ ഒരു കാര്യമില്ല. പഠിക്കണം. അത് പഠിച്ച് ലൈസൻസ് എടുക്കണം. ഞാൻ എന്റെ മക്കളോട് പറഞ്ഞതാ, പെൺകുട്ടികളാ. ഞാൻ എന്റെ മക്കളോട് പറഞ്ഞതാ. 18 വയസ്സായാൽ 18 വയസ്സായാൽ ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കാതെ അതിന്റെ മുന്നേ എത്ര പഠിച്ചിട്ട് കാര്യമില്ല, വണ്ടി ഞാൻ തരില്ല. വണ്ടി പുറത്തിറക്കാൻ പറ്റില്ല. ലൈസൻസ് എടുത്തോ, പൊക്കോ. ഒരു മോള് 18 വയസ്സായി, ലൈസൻസ് എടുത്തു. രണ്ടും എടുത്തു. സ്കൂട്ടർ എടുത്തു, ബൈക്ക് കൊടുത്തു, സ്കൂട്ടർ എടുത്തു, കാർ എടുത്തു. അപ്പൊ സ്കൂട്ടർ എടുക്കട്ടപ്പിച്ച് ഞാന് വിത്തൗട്ട് ഗിയർ എടുക്കണോ വിത്ത് ഗിയർ എടുക്കണോ? വിത്ത് ഗിയർ എടുക്കാൻ. വിത്ത് ഗിയർ എടുക്കണം. നമ്മളടുത്ത് ബുള്ളറ്റാ വാങ്ങാൻ പോണ്ടേ പോവാന്. അങ്ങനെ പറഞ്ഞു. ഇത് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് നമ്മൾ പഠിക്കണം. ഭാര്യക്ക് ഇതൊന്നും ഓടിക്കാൻ അറിയില്ലേനു. ഞാൻ അവളോട് പറഞ്ഞു പഠിക്കണം. നിങ്ങൾ പഠിപ്പിച്ചു തരുമോ? ഞാൻ പഠിപ്പിച്ചു തരൂല. ഞാൻ പഠിപ്പിച്ചു തരൂല. ഞാൻ എന്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ പഠിപ്പിച്ചു തരൂല. കാരണം എന്താ വെച്ചാല് ഞാനും ഇയും കൂടെ അത് പഠിപ്പിക്കാൻ നിന്നാല് നല്ലതാണ്. അതുകൊണ്ട് എന്താ വെച്ചാല് നടക്കൂല. ഞാൻ സ്കൂട്ടർ തരാം. ചെറിയൊരു സ്കൂട്ടർ എടുത്തെടുത്തു. ആദ്യം സൈക്കിൾ ബാലൻസ് ഇല്ല. അപ്പൊ ആദ്യം ചെയ്ത് ഉരുട്ടി പഠിക്കാൻ. ഉരുട്ടി പഠിക്കാൻ. കാലോണ്ട് ഇങ്ങനെ തുഴഞ്ഞിട്ട് ഉരുട്ടി പഠിക്കാൻ വന്നു. ഉരുട്ടി പഠിച്ചു. കുറച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ടാക്കി. മെല്ലെ മെല്ലെ ഇങ്ങനെ പോകൽ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞപ്പോ അത് പോരാന്ന് തോന്നിയപ്പോ ഞാൻ അത് ഒഴിവാക്കി. വേറൊരു വണ്ടി എടുത്തെടുത്തു. കുറച്ചും കൂടെ ഒരു വലുതെടുത്തെടുത്തു. പഴയതാണ്. പുതിയതല്ലേ, പഴയതാണ്. എടുത്തു കൊടുത്തു. അത് ഓടിച്ച് പഠിച്ച് റെഡിയായി എല്ലായിടത്തും എത്തൽ തുടങ്ങിയപ്പോ അത് മാറ്റിയിട്ട് കുറച്ചും കൂടെ ഒരു നല്ല വണ്ടി എടുത്തു കൊടുത്തു. പുതിയതല്ല, അതും പഴയതാ, സെക്കൻഡ് ഹാൻഡ്. ഒരു ആക്റ്റീവ് എടുത്തു കൊടുത്തു. ഇപ്പൊ എവിടെ പോണെങ്കിലും അവള് പോകും. ഒരു പ്രശ്നമില്ല. കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തു. കുറേ കാലം പിന്നെ വണ്ടിയൊന്നും ഓടിച്ചില്ല. എന്റെ വണ്ടി ഞാൻ കൊടുക്കൂല. കാരണം വെച്ചാൽ എന്റെ വണ്ടി കൊടുക്കാത്ത എന്താന്ന് കാരണം വെച്ചാല് അത് കുത്തിക്കും. അപ്പൊ അത് ഞാൻ കൊടുക്കൂല. കാരണം ഞാൻ എന്റെ വണ്ടി നോക്കണ എന്റെ മക്കളെ നോക്കണ പോലെ എന്റെ വണ്ടി നോക്കി ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ട് ഞാനത് കൊടുക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി ഞാൻ എടുത്തരാം. വണ്ടി എടുത്തു കൊടുത്തു. വണ്ടി എടുത്തു കൊടുത്ത വണ്ടി ഷെഡില് ഓടിക്കാൻ പേടിയേക്കണം. കാരണം ഒക്കെ മറന്നു. ഞാൻ പറഞ്ഞു വേഗം ഒരു കാര്യം ചെയ്യ്, പുറത്തു പോ. പുറത്തു പോയിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ വീണ്ടും പഠിപ്പിച്ചു. ലൈസൻസ് ഉണ്ട്. വീണ്ടും അവിടെ ഫീസ് കൊടുത്ത് ഞാൻ പഠിക്കാൻ പറഞ്ഞു. പഠിച്ചു. ഓടിച്ചു പഠിച്ചു. പിന്നെ എന്നോട് ചോദിച്ചു ഈ വണ്ടി എടുക്കുമ്പോൾ നിങ്ങളും കൂടെ വരുമോ ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഡയലോഗാ പറഞ്ഞു. അത് ശരിയാവില്ല. ഞാൻ എന്തായാലും വന്ന് നോക്കാം. വന്നു. ഞാൻ പറഞ്ഞു. അടുത്ത ദിവസം പറഞ്ഞു ഞാൻ എടുത്തൂടെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ ഡയലോഗ് എന്താ നിങ്ങളെ? ഇനി ഇനി വണ്ടി വെറുതെ നിൽക്കുന്നത് ഷെഡിൽ കണ്ടാൽ ഞാൻ എടുത്ത് വിൽക്കും. സത്യം. കാരണം എന്താ വെച്ചാൽ സ്കൂട്ടറിൽ ഓടും വേഗം. കാരണം സ്കൂട്ടറിൽ റിസ്ക് കുറവാണ്. കാരണം എക്സ്പീരിയൻസ് ആയി. അപ്പൊ ഈ ബ്രെയിൻ ഇങ്ങനെ പറയും സ്കൂട്ടർ എടുത്ത് പോയാ പോരെ, പോയാ പോരെ. ഞാൻ പറഞ്ഞു എണ്ണ അടിക്കാനുള്ള പെട്രോൾ അടിക്കാനുള്ള കാശ് ഞാൻ തരുന്നുണ്ട്. വണ്ടി ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്. പോ വണ്ടിയിട്ട്. വണ്ടിയിട്ട് പോകാൻ പറഞ്ഞു. ഇപ്പൊ എന്തായി? അതും തറവാണ്. ഒരു പേടിയും പേടിക്കാനില്ല. ഒരു പേടിയും പേടിക്കാനില്ല. ഇത് ചെയ്തേ പറ്റുള്ളൂ. ചെയ്യിപ്പിച്ച് പഠിച്ചിരിക്കണം. നമ്മൾ ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ഇത് ജീവിതമാണ്. ഈ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ജീവിതം നമ്മള് തീർക്കാനുള്ളതാണ്. നമ്മൾ ജീവിച്ച് തീർക്കാനുള്ളതാണ്. അത് സന്തോഷത്തോടു കൂടി ജീവിക്കണോ? അതോ സങ്കടത്തോടു കൂടി ജീവിക്കണോ? അതോ എന്നും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണോ? അല്ല ആരുമില്ലെങ്കിലും എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് ഏറ്റവും നന്നായി കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോ. പുതിയ പാത്വേ സൃഷ്ടിച്ചോ. പുതിയ വഴികൾ ആരംഭിച്ചോ. ജീവിതം കളർഫുൾ ആവും. അതുകൊണ്ട്
ഇതിലൊരു വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ് ആദ്യം തീരുമാനിക്കുക, അതിന്റെ ക്ലാരിറ്റികൾ ഉണ്ടാക്കുക, ഏറ്റവും നല്ല ഡിസിപ്ലിനോട് കൂടി കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും നന്നാക്കുക. അതേപോലെ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. കൺട്രോൾ യുവർ ഇമോഷൻസ്. നിങ്ങളുടെ ഇമോഷനുകളെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. പിന്നെ ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യം പഠിക്കുക എന്നുള്ളതിനുള്ള എബിലിറ്റി കൂട്ടുക, അതിനുള്ള കഴിവ് കൂട്ടുക. അതേപോലെ തന്നെ എല്ലാവരും അഡോപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾ കൂട്ടുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ മികച്ചതായിക്കൊണ്ടേയിരിക്കും, പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ അടുത്ത ആഴ്ച കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഗുഡ് നൈറ്റ്, താങ്ക് യു.